ഹലോ ഗായ്സ്, അപ്പോൾ കുറേ നാളായി നമ്മൾ കണ്ടിട്ട്. അപ്പോൾ നമ്മളിന്ന് ഒരു എസ്റ്റോണിയൻ ട്രിപ്പ് പോകാമെന്ന് വെച്ചു നമ്മുടെ ഫ്രണ്ട്സായിട്ട്. ഇവരുടെ ഒപ്പമാണ് പോണത്. നമ്മുടെ ആരുണ്ട്, പിന്നെ ഡെന്നിക്കുട്ടനുണ്ട്. അപ്പോൾ നമ്മളിത് ഇനി ബസ്സിന് വേണ്ടി പോവാം. ഫ്ലിക്സ് ബസ്സിലാണ് പോണത്. ട്രാം കയറി നേരെ റിഗ സെൻട്രൽ മാർക്കറ്റ്, അവിടെ നിന്നാണ് നമ്മുടെ ബസ്. ഗൈസ്, അപ്പോൾ നമ്മൾ ബസ്സിന് വേണ്ടിയുള്ള കാത്തിരിപ്പിൽ നമ്മുടെ ബസ് ഇവിടെ എത്തിയിരിക്കുകയാണ്. നമ്മളൊരു കോഫി കുടിച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഇതാണ് ബസ്, നമുക്ക് പോകാനുള്ള ബസ്, എസ്റ്റോണിയൻ ട്രിപ്പിൻ്റെ നമ്മുടെ ഫ്ലിക്സ് ബസ്. ഗൈസ്, അപ്പം നമ്മൾ എസ്റ്റോണിയ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണം. ഗൈസ്, ലേസ് കഴിക്കണം. ലേസ് കഴിക്കും. ആരും പുതിയ ജാക്കറ്റൊക്കെ ഇട്ട് അച്ഛനത്തെ. ഗൈസ്, അങ്ങനെ ഞങ്ങൾ എസ്റ്റോണിയ എത്തിയിരിക്കുകയാണ്. അടുത്ത ബസ് സ്റ്റേഷനിൽ ഇങ്ങനെ നിൽക്കും. നമ്മളപ്പോൾ അവിടെ ഫസ്റ്റ് എവിടേക്കാണ് പോകേണ്ടത്? എവിടേക്കാ പോണ്ടേ? പറ. എവിടേക്കാണ് പോണ? നമ്മള് ടാലിനില്ല. അപ്പോൾ നമ്മൾ ഓൾഡ് ടൗണിലേക്ക് പോവാണ്. അപ്പം അതിന് വേണ്ടി നമ്മൾ ബസ് പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ ടിക്കറ്റ് എടുത്തു. ഗൈസ്, ഇതാണ് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് നമുക്ക് ആക്സസ് ചെയ്യാനുള്ള കാർഡ്. 1 ഡേ ടിക്കറ്റാണ് ഇത്. അറൗണ്ട് ഒരു 8.5 9 euros വരും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം മൊത്തം ഇവിടുത്തെ എല്ലാ പബ്ലിക് ട്രാൻസ്പോർട്ട്സും ട്രാമും ബസ്സസും എല്ലാതും നമുക്ക് ആക്സസ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ കാർഡ്. അപ്പോൾ നമ്മൾ ആദ്യം ഓൾഡ് ടൗണിലേക്ക് പോവാണ്. ഗൈസ്, ഈ ബസ് സ്റ്റേഷനിലാണ് നമ്മളിപ്പോൾ നമ്മുടെ ട്രാം കയറാൻ വേണ്ടി വന്നേക്കാണ്. ട്രാമിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. എടുക്കുന്നില്ല. ഗൈസ്, ഈ പള്ളിയാണ് എസ്റ്റോണിയയിലെ ഫേമസ് പള്ളി, അലക്സാണ്ട്ര ചർച്ച്. കണ്ടില്ലേ? അങ്ങനെ ഞങ്ങളിവിടെ എത്തിയിരിക്കുകയാണ്. നിൽക്കണം, ഇതിൻ്റെ മുകളിലാരും നിൽക്കണം.
എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണല്ലോ? നല്ല അടിപൊളി ക്ലൈമറ്റ് അല്ല, നല്ല കാറ്റും നല്ല എന്താ പറയുക. ഇവിടെ വിൻ്റർ ഇപ്പോഴും തീർന്നിട്ടില്ല, സ്നോഫോളും കാര്യങ്ങളൊക്കെ ചെറുതായിട്ടുണ്ട്. പിന്നെ ഒരുത്തന്നെ ഇവിടെ വരുന്നുണ്ട്. എന്താണ് പറയാനുള്ളത് അലക്സാണ്ടർ ചർച്ചിനെ കുറിച്ച്? അടിപൊളിയാണ്. ഗൈസ്, ഈ ഇടവഴിയിലൂടെ നടന്നിട്ട് വേണം നമ്മൾ വ്യൂ കാണാൻ പോവാൻ. അവിടേക്കാ പോകണ്ട എനിക്ക്. ഗൈസ്, ടാലിൻ്റെ ഒരു അടിപൊളി വ്യൂ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, കണ്ടോ? ഇതാണ് നമ്മുടെ അടിപൊളി വ്യൂ. വ്യൂവിന് വേണ്ടിയിട്ടാണ്. ഗൈസ്, ഇതാണ് സുവനിയർ ഷോപ്പ്. ഗൈസ്, നമ്മളിപ്പോൾ ഇറങ്ങാണ്. ഇതാണ് വ്യൂ. ഇറങ്ങുന്നതിനൊപ്പം തന്നെ വ്യൂ ഉണ്ടോ, സിറ്റിയുടെ വ്യൂ, ടാലിൻ സിറ്റിയുടെ. Guys, this is the street food area. Baltijanada. ഇതാ നോക്കിയ ഡ്രസ്സ് തൊട്ട് നോക്കിയ.
ഫോട്ടോ ഉള്ളല്ലോ എടുക്കണം. എടുത്തോ. നല്ല സോഫ്റ്റ് ജ്യൂസി ആണല്ലേ ഗൈസ്. അപ്പോൾ നമ്മളെല്ലാം എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞ് ഒന്ന് റെസ്റ്റ് എടുക്കാന്ന് വെച്ചു. ഫുഡൊക്കെ കഴിച്ച് വയർ ഫുള്ളായിരിക്കാം. അപ്പോൾ നമ്മളൊരു മാളിലേക്ക് പോകാന്ന് വെച്ചു. ഇവിടുത്തെ പേര് എനിക്കറിയില്ല, മാളിൻ്റെ പേര്. ഇവിടുത്തെ പേരുകളൊക്കെ വായയിൽ കൊള്ളില്ല. അപ്പോൾ എസ്റ്റോണിയയിലത്തെ ബിഗ്ഗസ്റ്റ് മാളാണ്. പേര് എനിക്കറിയാം. നിനക്ക് എനിക്കാം. ഇതാണ് മാളിൻ്റെ പേര്. ഇപ്പം ഇങ്ങനെ വരും കറങ്ങി. മാളിൻ്റെ പേര് ഉമേഷ. എന്നിട്ടാണ് എന്നിട്ടാണ് വായിക്ക് ഉലിമെസ്റ്റേ പറഞ്ഞു വരുമ്പോഴേക്ക് നാളെ. അതുകൊണ്ട് ഞങ്ങൾ മാളിൽ കയറട്ടെ. ബാക്കി വെച്ചിട്ട് നിങ്ങൾ അവിടെ വെച്ച് കാണാം. അല്ലേ, ഇത് ജസ്റ്റ് ഷോട്ടോ ഗൈസ്. അപ്പം നമ്മൾ അടുത്തത് ടാലിൻ ഹാർബറിലേക്ക് പോവാണ്. അതായത് ഫിൻലാൻഡ് വഴി കണക്ട് ചെയ്യണ നമ്മുടെ ഇത് കാണാൻ, കപ്പൽ കാണാൻ. അപ്പം അത് കാണാൻ വേണ്ടി പോവാണ്. അപ്പം എങ്ങനെയുണ്ട്? എക്സൈറ്റ്മെൻ്റ് ആണോ? അപ്പോൾ അത് കണ്ടിട്ട് ബാക്കി വിശേഷങ്ങൾ അവിടെ വെച്ച് കാണാം. ബൈ. ഗൈസ്, അപ്പോൾ നമ്മുടെ യാത്ര അവസാനിക്കുമ്പോൾ നമ്മളൊരു ഇന്ത്യൻ ഫുഡ് കഴിച്ചിട്ട് വേണം കഴിക്കാൻ. അപ്പോൾ നമ്മുടെ ലൈംസ് കഫേ, എസ്റ്റോണിയയുടെ ലൈംസ് കഫേയിലേക്ക് പോവാണ്. അപ്പോൾ അത് അവിടെ നിന്ന് പോയി പൊറോട്ടയും മസാല ദോശയും ഇതെല്ലാം കഴിക്കാനുള്ള എക്സൈറ്റ്മെൻ്റ് ആയിട്ട് എങ്ങനെയുണ്ട് ഗൈസ്? ലൈംസ് കഫേ എത്തിയിരിക്കണം ഗൈസ്. ലൈംസ് കഫേ എത്തി. ഇതാണ് എസ്റ്റോണിയയിലെ ലൈംസ് കഫേ. നമ്മളത് കയറുന്നു. ഒരു ഇന്ത്യൻ ആംബിയൻസ്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ യാത്ര നല്ല സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തേക്കാണ്. എസ്റ്റോണിയൻ യാത്ര എങ്ങനെയുണ്ടായിരുന്നു? എസ്റ്റോണിയൻ ട്രിപ്പ് എങ്ങനെയുണ്ടായിരുന്നു? എനിക്കെന്തായാലും അഭിപ്രായം. അപ്പം അടുത്ത കൺട്രിയിലേക്കുള്ള യാത്രയായി പിന്നെയും വരാം. ബൈ ഫ്രം ഇൻ സെർച്ച് ഓഫ് ഹാപ്പിനെസ്.